നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉഷ ജനോം സെയിങ് മെഷീൻ ഉപയോഗിച്ച് വീതി കുറഞ്ഞ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഉഷ ജനോം സെയിങ് മെഷീനിൽ ഇതുപോലെയുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ തയ്ച്ചെടുക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് തുടങ്ങിയപ്പോൾ അതെനിക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നി. ഞാൻ സ്വന്തം പഠിച്ചെടുത്ത ചില മെത്തേഡ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനേക്കാൾ നല്ല മെത്തേഡ്സ് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. എങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന മെത്തേഡ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം റണ്ണിങ് സ്റ്റിച്ചിലൊരു ഔട്ട്ലൈൻ ഇടാം. ഇനി സിഗ്സാഗ് സ്റ്റിച്ചിൽ ഫുൾ വിഡ്ത്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം തയ്ക്കാം. എപ്പോഴും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു നോട്ട് ഇടുന്നത് നല്ലതാണ്. അടുത്ത ഡിസൈന് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി രണ്ടാമത്തെ രീതി. ഈ രീതിയിൽ സിഗ്സാഗ് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിഡ്ത്തിൽ നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. പിന്നീട് കുറച്ച് കൂട്ടി വീണ്ടും കുറച്ച് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും കുറച്ച് കൂട്ടി വീണ്ടും സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഏറ്റവും വലിയ വിഡ്ത്തിലെത്തുമ്പോൾ നമ്മൾ തയ്ച്ചങ്ങ് പോകാം. അതുപോലെ സ്റ്റിച്ച് തീരാനാവുമ്പോഴും ഇതുപോലെ തന്നെ ഇപ്പോൾ റിവേഴ്സായിട്ട് കുറച്ച് സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് കുറച്ച് തയ്ച്ച് വീണ്ടും കുറച്ച് തയ്ച്ച് അങ്ങനെ എൻഡ് പോയിന്റിലെത്തുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞ വിഡ്ത്തിൽ തയ്ച്ച് നിർത്താം. അതൊന്നുകൂടെ കാണിക്കാം. കുറച്ച് തയ്ച്ച് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായത് എങ്ങനെയാണെന്ന രീതി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ഏറ്റവും അവസാന പോർഷനിലെത്തുമ്പോൾ വിഡ്ത്ത് തീരെ കുറച്ച് ഏറ്റവും ടിപ്പിലേക്ക് തയ്ച്ചതിന് ശേഷം കുറച്ച് വിഡ്ത്ത് കൂട്ടി മുകളിലേക്ക് തയ്ച്ച് ഭംഗിയാക്കിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വളഞ്ഞ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഇനി സിഗ്സാഗിൽ ഫുൾ വിഡ്ത്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം തയ്ക്കാം.
ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അടുത്ത മെത്തേഡ് നോക്കാം. സിഗ്സാഗിൽ ഏറ്റവും കുറഞ്ഞ വിഡ്ത്ത് സെലക്ട് ചെയ്ത് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് വിഡ്ത്ത് കൂട്ടി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കുറച്ചുകൂടെ കൂട്ടി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ മാക്സിമത്തിൽ എത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇവിടെ ഞാൻ അവസാന പോയിൻ്റ് എത്തുമ്പോഴേക്കും വിഡ്ത്ത് കുറച്ച് ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് വിഡ്ത്ത് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കത് ഈസി ആയിട്ട് തോന്നാറുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ശ്രമിച്ചു നോക്കാം. ഇവിടെയും വ്യത്യസ്ത രീതികളിലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. ഇതുപോലെയുള്ള പെറ്റൽസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിഗ്സാഗ് സ്റ്റിച്ച് ഫുൾ വിഡ്ത്തിൽ സെലക്ട് ചെയ്തു. ഇനി തയ്ക്കാം. അടുത്ത മെത്തേഡ് സിഗ്സാഗ് സ്റ്റിച്ച് ഏറ്റവും ചെറിയ വിഡ്ത്തിൽ സെലക്ട് ചെയ്ത് കുറച്ച് തയ്ച്ച് വീണ്ടും വിഡ്ത്ത് കൂട്ടി
വീണ്ടും തയ്ച്ച് കുറച്ച് വിഡ്ത്ത് കൂട്ടി തയ്ച്ച് ഫുൾ വിഡ്ത്തിലിട്ട് തയ്ച്ചു പോകാം. ഇനി വളരെ വീതി കുറഞ്ഞ ഇലകളാണ് ചെയ്യുന്നത്. സിക്സാക് സ്റ്റിച്ച് ഫുൾ വിഡ്ത്തിലിട്ട് ചരിച്ച് തയ്ച്ചു പോകാം. അടുത്ത രീതി നേരത്തെ പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിഡ്ത്തിൽ സിക്സാക് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് തയ്ച്ച് കുറച്ച് വിഡ്ത്ത് കൂട്ടി വീണ്ടും തയ്ച്ച് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാം. നന്ദി.